പ്രിയ സുഹൃത്ത് ഹാഫിള് മസൂദ് സഖാഫി ഗൂഡല്ലൂര് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വളരെയധികം വേദനാജനകമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും ഇൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫിള് മസൂദ് സഖാഫി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു. പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി. പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവതരകനെയുമാണ് നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ആണ്. നാഥനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ഈ ശഅബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഖളാവും തീരുമാനവുമാണ്. ശഅബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാഹ്. എല്ലാ നിലക്കുള്ള മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഭാര്യക്കും മക്കൾക്കും, ചെറിയ മക്കളായിരിക്കും, എല്ലാവർക്കും അങ്ങേയറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ ഖൽബിൽ നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ അല്ലാഹ് ഖുർആനും ദിക്റുകളുമെല്ലാം ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മദനിയത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും. അള്ളാഹു നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ എളാമാൻ്റെ മോളാണ്. ഇപ്പോൾ വിളിച്ചിരുന്നു, വളരെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു വിളിച്ചിരുന്നു. ഞാനും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഉസ്താദിന് 3 മക്കളാണ്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും. അങ്ങനെയാണ് അറിഞ്ഞത്. മൂത്ത കുട്ടിക്ക് ആകെ 9 വയസ്സും ചെറിയ കുട്ടിക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. ചെറിയ മക്കളാണ് 3 എന്നാണ് കേട്ടത്. എല്ലാവരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും, ആരോടും ഒരു പിണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സൽസ്വഭാവിയായ പണ്ഡിതൻ. ഗരീബായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും. എല്ലാം നല്ല അർത്ഥവത്തായ രൂപത്തിൽ സംസാരിക്കുന്ന വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പഠിച്ചോനെ, പെട്ടെന്നുള്ള മരണം. ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദിൻ്റെ വഫാത്ത്. അള്ളാഹു തറജേറ്റി കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഹാഫിള് മസൂദ് സഖാഫി മരണപ്പെട്ടു എന്ന വിവരം അല്ലാഹ് നീ ആ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ദീനിന് വേണ്ടി വഅദ് പറഞ്ഞു.
ഒരുപാട് കാലം ദർസൊക്കെ നടന്ന ഒരു നല്ല മനുഷ്യൻ, ചെറുപ്പക്കാരൻ, നല്ല ഇൽമുള്ള പണ്ഡിതൻ. അല്ലാഹ് അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്.